51-ാമത്തെ സ്തുതി ഭൂമിദേവിയുടെ സ്തുതി. ഇത് ഭാഗവതത്തിൽ 10-ാമത്തെ സ്കന്ധം 59-ാമത്തെ അധ്യായം 25 മുതൽ 31 വരെ ശ്ലോകങ്ങൾ. വരാഹ അവതാര സമയത്ത് ഹിരണ്യാക്ഷനിൽ നിന്നും ഭൂമിദേവിയെ രക്ഷിച്ച മഹാവിഷ്ണുവിൽ നിന്നും ഭൂമിദേവിക്കുണ്ടായ പുത്രനാണ് നരകാസുരൻ. ഭഗവാൻ ഒഴികെ മറ്റാർക്കും വധിക്കാൻ പറ്റാത്ത നാരായണാസ്ത്രം ഭഗവാൻ അവന് നൽകി. അതിനാൽ അഹങ്കാരിയായ അവൻ മുരൻ എന്ന സ്നേഹിതനുമൊത്ത് പലവിധ ദുഷ്കർമ്മങ്ങൾ ചെയ്തു. ദേവേന്ദ്രനെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഛത്രവും ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും തട്ടിക്കൊണ്ടുപോന്നു. ദേവേന്ദ്രൻ ഭഗവാനെ ശരണം പ്രാപിച്ചു. നരകാസുരൻ പ്രാഗ്ജ്യോതിഷപുരം എന്നൊരു കോട്ടയും മറ്റും നിർമ്മിച്ചിരുന്നു. ഭഗവാൻ സത്യഭാമയുമൊത്ത് ഗരുഡന്റെ പുറത്ത് കയറി പ്രാഗ്ജ്യോതിഷപുരത്തിൽ ചെന്ന് യുദ്ധം ചെയ്ത് നരകാസുരനെ കൊന്നു. പുത്രനായ ഭഗദത്തനെ രാജാവാക്കി. ദേവന്മാരും മുനിമാരും പുഷ്പവൃഷ്ടി. അപ്പോൾ ഭൂമിദേവി കൃഷ്ണ സമീപം വന്ന് കുണ്ടലങ്ങളും വൈജന്തിമാലയും വരുണഛത്രവും കൃഷ്ണന്റെ കാൽക്കൽ സമർപ്പിച്ചു. ഭൂമിദേവി ഭഗവാനെ സ്തുതിച്ച് കേൾക്കാം. ഭൂമിരുവാച നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര തത്തേജോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. ത്വം വൈ സൃക്ഷുരജ ഉത്കടം പ്രഭോ തമോ നിരോധായ വിവർഷ്യ സംവൃതഃ. സ്ഥാനായ സത്വം ജഗതോ ജഗത്പതേ കാലപ്രധാനം പുരുഷോ ഭവാൻ പരഃ. അഹം പയോ ജ്യോതിരഥാനിലോ നഭോ മാത്രാണി ദേവാമന ഇന്ദ്രിയാണി കർത്താ മഹാനിത്യഖിലം ചരാചരം ത്വയ്യദ്വിതീയേ ഭഗവന്നയം ഭ്രമ. തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതപ്രപന്നാർത്തിഹരോപസാദിതഃ തത്പാലയൈനം കുരു ഹസ്തപങ്കജം ശിരസ്യ മുഷ്യാഖില കൽമഷാപഹം. ദേവദേവേശ ശംഖചക്രഗദാധര അങ്ങയ്ക്ക് നമസ്കാരം. പരമാത്മൻ ഭക്തന്മാരുടെ ഇഷ്ടമനുസരിച്ച് സ്വീകരിച്ച മോഹന രൂപത്തോടുകൂടിയ അങ്ങയ്ക്ക് നമസ്കാരം. ലോകപത്മം നാഭിയിലുള്ളവനും പങ്കജമാല ധരിച്ചവനും ആയ അങ്ങയ്ക്ക് നമസ്കാരം. താമരക്കണ്ണനും താമരക്കൊത്ത പാദമാർന്നവനുമായ അങ്ങയ്ക്ക് നമസ്കാരം. വാസുദേവനും വിഷ്ണുസ്വരൂപനും ഭഗവാനുമായ അങ്ങയ്ക്ക് നമസ്കാരം. പരമപുരുഷനും ജഗത്കാരണവും പൂർണ്ണജ്ഞാനസ്വരൂപനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ശരണാഗതന്മാരുടെ ദുഃഖം ശമിപ്പിക്കുന്ന കാരുണ്യമൂർത്തേ, നരകാസുരൻ്റെ ഭയചകിതനായ പുത്രൻ ഭഗദത്തനെ ഞാൻ അങ്ങയുടെ പാദത്തിലേക്ക് നയിക്കുകയാണ്. പാപനാശകമായ അങ്ങയുടെ കൈ ഇവൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. നരകാസുരൻ ബലാൽ കൊണ്ടുവന്ന 16,100 കന്യകമാരെ കണ്ടു.
അവരെല്ലാം കൃഷ്ണനെ കണ്ട് മോഹിതകളായി തങ്ങളുടെ ഇഷ്ടപ്പെട്ട പതിയായി മനസ്സാവരിച്ചു. ആ രാജകന്യകമാരെയെല്ലാം ഭഗവാൻ ദ്വാരകയിലേക്ക് അയച്ചു. പിന്നെ ഇന്ദ്രനഗരിയിലെത്തി അതിഥിക്ക് കുണ്ടലങ്ങൾ കൊടുത്ത് ഇന്ദ്രനാലും സത്യഭാമയോടൊപ്പം ഭഗവാൻ പൂജിതനായി. അതീവ സുഗന്ധവാഹിയായ പാരിജാതത്തിൻ്റെ ഒരു കൊമ്പ് സത്യഭാമയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ പൊട്ടിച്ച് ഗരുഡനിൽ വെച്ചു. യുദ്ധത്തിനു വന്ന ഇന്ദ്രാദി ദേവതകളെയെല്ലാം ജയിച്ച് അത് ദ്വാരകയിലേക്ക് തന്നെ കൊണ്ടുവന്ന് സത്യഭാമയുടെ ഗൃഹത്തിൽ നട്ടുവളർത്തി. പിന്നെ ദ്വാരകയിലെത്തിച്ച ആ കന്യകമാരെയെല്ലാം കൃഷ്ണൻ അത്രയും രൂപം ധരിച്ച് ഒരേ മുഹൂർത്തത്തിൽ വിവാഹം കഴിച്ചു. അവരെല്ലാം ഭഗവാനെ സേവിച്ച് സുഖമായി വസിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ.